അങ്ങനെ ഒരു പരമ്പര കൂടി ഗംഭീറിന്റെ മാസ്റ്റർ പ്ലാനിന് മുന്നിൽ ഇന്ത്യ അടിയറവെച്ചിരിക്കുകയാണ്. 25 വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്ക ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ നേരിട്ടത്. തോൽവിയുടെ മുഴുവൻ ക്രെഡിറ്റും ആദ്യം നമുക്ക് ഗൗതം ഗംഭീറിന് നൽകാം. എന്നാൽ എങ്ങനെയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആയത്? 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ചാമ്പ്യന്മാരാകുമ്പോൾ അവരുടെ മെന്റർ ആയിരുന്നു ഗൗതം ഗംഭീർ. എന്നാൽ കൊൽക്കത്തയുടെ ഹെഡ് കോച്ച് അന്ന് ആരായിരുന്നെന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? മെന്റർ ആയിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ട് ചുമതലയേൽക്കുകയായിരുന്നു. IPL പ്രകടനവുമായി ടെസ്റ്റ് ക്രിക്കറ്റിന് ഇറങ്ങിയ ഗൗതം ഗംഭീറിന് പക്ഷേ തിരിച്ചടിയായിരുന്നു ഫലം. ഒന്നിനു പുറകെ ഒന്നായി റെക്കോർഡ് തോൽവികളാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഗംഭീറിന്റെ ബാറ്റിംഗിലെ പരീക്ഷണങ്ങളൊക്കെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ഒരു ബാറ്റർക്കും ഒരു മത്സരത്തിൽ കൂടുതൽ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ ഗംഭീർ നൽകിയില്ല. കുൽദീപ് യാദവ് ഒക്കെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അക്ഷർ പട്ടേലൊക്കെ 8ാം നമ്പറിലും ഒക്കെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നത് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നറുക്കിട്ടൊക്കെ ആയിരിക്കും ഇന്ത്യ ഏതൊക്കെ ബാറ്റർ ഏതൊക്കെ പൊസിഷനിൽ കളിക്കുന്നത് തീരുമാനിക്കുന്നതെന്ന്. IPL ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരങ്ങളിൽ ഒരാളായ സായ് സുദർശനൊക്കെ ടെസ്റ്റ് കളിക്കാൻ വരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ എന്തിനാണ് ടെസ്റ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്തെന്ന് പോലും അറിയില്ല. ബൗളിംഗ് കൊടുക്കുന്നുമില്ല, ബാറ്റിംഗിൽ ഒരു പ്രയോജനവുമില്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോലും മികച്ചൊരു റെക്കോർഡ് ഇല്ലാത്ത ധ്രുവ് ജുറേലൊക്കെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ കളിക്കുന്നു. നേരത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടാൻ രഞ്ജി ട്രോഫിക്ക് ഒരു മാനദണ്ഡമായിരുന്നെങ്കിൽ ഇപ്പോൾ IPL മികച്ച പ്രകടനം നടത്തുന്നവരെയാണ് ടെസ്റ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. IPL ആ ഒരു പ്രകടനമാണ് അവർ ടെസ്റ്റ് ടീമിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. റണ്ണടിക്കുന്നതിനൊപ്പം എത്ര നേരം ടെസ്റ്റിൽ പിടിച്ചു നിൽക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇവർക്കൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത്. 5 ദിവസമാണ് ടെസ്റ്റ് മത്സരം എന്നതൊക്കെ പലരും മറന്നുപോവുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്നവരൊക്കെ പുറത്തു നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ ടീമിൽ തിരികെ കയറ്റുകയും അവർക്ക് മാക്സിമം അവസരം നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഗംഭീറിന്റെയും അഗാർക്കറിന്റെയും ഒക്കെ ശൈലി. അതേസമയം മറ്റുള്ള ആരെങ്കിലും ആണെങ്കിൽ ഒരു മത്സരത്തിലോ അല്ലെ 2 മത്സരത്തിലോ മോശപ്പെട്ട പ്രകടനം നടത്തിയാൽ അവർ ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. 2020 കളിക്കുന്നത് പോലെ കുറെ ഓൾറൗണ്ടർമാരെ കുത്തി നിറച്ച് ടെസ്റ്റ് മത്സരത്തിൽ ഇറങ്ങിയാൽ എളുപ്പത്തിൽ കളി ജയിക്കാമെന്നാണ് ഗംഭീറും അഗാർക്കറും ഒക്കെ വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാരും സ്പെഷ്യലിസ്റ്റ് ബൗളർമാരും ഒക്കെ വേണ്ട സ്ഥലമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നൊക്കെ ഇവർ ഇനി എന്നാണ് മനസ്സിലാക്കുന്നത്? എന്തായാലും ഗംഭീറിനെയും അഗാർക്കറിനെയും ഒക്കെ എത്രയും പെട്ടെന്ന് പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ഇതിലും വലിയ തോൽവികളൊക്കെ നേരിടുകയും ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.